മണിയാർ ഗവൺമെന്റ് UP സ്കൂൾ ഈ അധ്യയന വർഷം ഏറ്റെടുത്ത അന്വേഷണാത്മക തനത് പ്രവർത്തനമാണ് ചുറ്റുപാടിനെ അറിയാൻ. വനങ്ങൾ, തടാകങ്ങൾ, നദികൾ, വന്യജീവികൾ എന്നിവ ഉൾപ്പെടെയുള്ള പ്രകൃതി പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക, ജീവജാലങ്ങളോട് കരുണ കാട്ടുക എന്ന ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യത്തിന്റെ സാരം കുട്ടികളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ് ഇത്തരം ഒരു പ്രവർത്തനം ഏറ്റെടുത്തത്. നമ്മുടെ ചുറ്റുപാടിനെ നിരീക്ഷിക്കുകയും അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങളെ തിരിച്ചറിയുകയും ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ബോധവാന്മാരായ കുട്ടികളെ സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതാണ് ഈ പ്രവർത്തനത്തിന്റെ ലക്ഷ്യം. നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പരിസ്ഥിതി ബോധമുള്ള ഒരു യുവതയെ വളർത്തിയെടുക്കുന്നതിനും പരിസ്ഥിതിയിലുണ്ടാകുന്ന എല്ലാവിധ ചെറുതും വലുതുമായ മാറ്റങ്ങളെയും അതുമൂലമുണ്ടാകുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെയും കുറിച്ച് കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്കൂളിലെ അധ്യാപകരുടെയും അനധ്യാപകരുടെയും നേതൃത്വത്തിൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾ നേരിട്ട് നടത്തുന്ന ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന നിരവധി പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ചുറ്റുപാടിനെ അറിയാൻ എന്ന് പേര് നൽകിയിട്ടുള്ള ഈ വർഷത്തെ സ്കൂൾ തല തനത് പ്രവർത്തനത്തിൽ നമ്മുടെ സ്കൂളിൻ്റെ ജൈവവൈവിധ്യ ഉദ്യാനവും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവിധ ആശംസകളും. 2023 ജൂലൈ 31 തിങ്കളാഴ്ചയാണ് ഈ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. പുനലൂർ AEO ശ്രീ D അജയകുമാറാണ് പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. സെന്തുരുണി വന്യജീവി സങ്കേതം പ്രോജക്ട് ഓഫീസറായ ശ്രീമതി സുധാലക്ഷ്മി മാഡം അന്നേ ദിവസം കുട്ടികൾക്കായി ശലഭ പാർക്ക് നിർമ്മാണത്തെക്കുറിച്ച് ക്ലാസ് നയിച്ചു. അവരുടെ നിർദ്ദേശപ്രകാരം സ്കൂളിൽ ശലഭ ഉദ്യാനം നിർമ്മിച്ചു. നാരകം, തെറ്റി, കൃഷ്ണകിരീടം, ചിരവത്താലി, അശോകം തുടങ്ങി ശലഭങ്ങളെ ആകർഷിക്കുന്ന ചെടികൾ സ്കൂളിൽ നട്ടുപിടിപ്പിച്ചു. 2023-24 എന്നീ അധ്യയന വർഷത്തിൽ ഞങ്ങളുടെ ഗവൺമെന്റ് UP മണിയാർ സ്കൂളിൽ ചുറ്റുപാടിനെ അറിയാമെന്ന പ്രവർത്തനമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ ചിത്രശലഭങ്ങളുടെയും അതുപോലെ നാട്ടുചെടികളെയും അന്വേഷിച്ചിറങ്ങുകയും ഞങ്ങൾ അതിനെക്കുറിച്ചൊരു പഠനം നടത്തുകയും ചെയ്തു. ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഒരു നേച്ചർ ക്യാമ്പ് സംഘടിപ്പിക്കുകയും തെന്മലയിൽ എക്കോ ടൂറിസത്തിൽ പോയി അവിടുത്തെ ചെടികളെ കാണുകയും ചെയ്തു. ഒരു വർഷം 100 ചെടികൾ കുട്ടികളെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളിൽ തയ്യാറാക്കിയിട്ടുള്ള ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ 100 ചെടികളെ കുട്ടികൾക്ക് പരിചയപ്പെടുന്നതിനുള്ള അവസരമൊരുക്കി. ചെടികളുടെ പേര്, ശാസ്ത്രീയ നാമം, അവയുടെ ഉപയോഗം, പ്രത്യേകതകൾ എന്നിവ കുട്ടികൾ ചാർട്ടിലും നോട്ട് ബുക്കുകളിലും രേഖപ്പെടുത്തി. സ്കൂളിന് വെളിയിൽ മറ്റൊരു സാഹചര്യത്തിൽ ആ ചെടിയെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്ന നിലയിലേക്ക് ചെടികളെ പരിചയപ്പെടുത്താൻ സാധിച്ചു. നാടൻ ചെടികൾക്കും ശലഭങ്ങൾക്കും നമ്മുടെ ചുറ്റുപാടും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് പഠനം നടത്തി. കർഷകർ, കൃഷി ഉദ്യോഗസ്ഥർ, പരിസ്ഥിതി പ്രവർത്തകർ എന്നിവരുടെ സഹായത്താൽ നമ്മുടെ നാട്ടിൽ നാടൻ ചെടികളുടെയും ശലഭങ്ങളുടെയും പ്രാണികളുടെയും എണ്ണത്തിൽ കുറവ് വരുന്നുണ്ടോ എന്ന അന്വേഷണം പൂർത്തിയാക്കി. അവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് കടുത്ത വെല്ലുവിളി നേരിടുന്നുണ്ട് എന്ന് ഈ പഠനത്തിന്റെ ഭാഗമായി തിരിച്ചറിയാനായി. ഞങ്ങളുടെ ഈ 2023-24 അധ്യയന വർഷത്തിൽ കുറെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് നേടാൻ സാധിച്ചു. ഇതിൽ തന്നെ ഉണ്ടായിരുന്നതാണ് ഫ്രൈഡേ ഫോർ ഫ്യൂച്ചർ, പിന്നെ നേച്ചർ ക്യാമ്പ്, അങ്ങനെ നിരവധി പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ ഞങ്ങൾ കുറേ പരിസ്ഥിതി പ്രവർത്തകരെ കുറിച്ചും പഠിച്ച ഗ്രേറ്റ തുൻബെർഗ്, അങ്ങനെ കുറേ പരിസ്ഥിതി പ്രവർത്തകരെ കുറിച്ച് പഠിക്കുകയും. ഒക്ടോബർ മാസം 22-ാം തീയതി പരിസ്ഥിതി ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുട്ടികൾക്ക് നേച്ചർ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിനായി സെന്തുരുണി വന്യജീവി സങ്കേതം സന്ദർശിച്ചു. നമ്മുടെ വനം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് കുട്ടികളിൽ ധാരണയുണ്ടാക്കി. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കുട്ടികൾക്കായി ക്ലാസുകൾ നയിച്ചു. ഇതിന്റെ ഭാഗമായി നടത്തിയ ട്രക്കിംഗ് കാടിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് കുട്ടികളെ സഹായിച്ചു. നവംബർ 18-ന് കുട്ടികളും രക്ഷിതാക്കളും ചേർന്ന് സ്കൂളിൽ ദശപുഷ്പത്തോട്ടം ഒരുക്കി. നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണയായ ദശപുഷ്പങ്ങളെ തിരിച്ചറിയുന്നതിനും അവ ശേഖരിച്ച് ദശപുഷ്പത്തോട്ടം നിർമ്മിക്കുന്നതിനും ഇതിന്റെ ഭാഗമായി സാധിച്ചു. ദശപുഷ്പങ്ങളിൽ തിരുതാളി, വിഷ്ണുക്രാന്തി എന്നീ ചെടികളെ ഇപ്പോൾ നമ്മുടെ പ്രദേശത്ത് കാണാനില്ല എന്ന് തിരിച്ചറിഞ്ഞു. ചുറ്റുപാടിനെ അറിയാമെന്ന് പറയുന്ന ഒരു പ്രവർത്തനത്തിലൂടെ എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു. പ്രകൃതിയെക്കുറിച്ച് അതേപോലെ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാൻ കഴിഞ്ഞു. ബട്ടർഫ്ലൈ പാർക്ക്, അതേപോലെ കുറേ പരിപാടികൾ ഇവിടെ നടന്നിട്ടുണ്ട്. ബട്ടർഫ്ലൈകൾ ഇവിടെ എങ്ങനെ വരുന്നു, അതിന് ഇഷ്ടമുള്ള ചെടികൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയും ഞങ്ങൾ ഈ സ്കൂളിൽ നല്ലൊരു ഉദ്യാനം ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതേപോലെ ഇവിടെ നട്ടിട്ടുള്ള എല്ലാ ചെടികളുടെയും
പേരുകളും ശാസ്ത്രീയ നാമവും അതിനെക്കുറിച്ചും അതിനെ ഉപയോഗിക്കുന്ന ഭാഗങ്ങളും എല്ലാം ഞങ്ങൾ ക്ലാസ്സിൽ ഒരു ചാർട്ടിൽ എഴുതിയിട്ടിട്ടുണ്ട്. ലോകവ്യാപകമായി നടക്കുന്ന പരിസ്ഥിതി പ്രവർത്തനങ്ങളെക്കുറിച്ചും പരിസ്ഥിതി പ്രവർത്തകരെക്കുറിച്ചും കുട്ടികളെ പരിചയപ്പെടുത്തി. അവരുടെ പ്രവർത്തനങ്ങളോട് ഐക്യപ്പെടുന്നതിനായി പരിസ്ഥിതി ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു. വങ്കാരി മാതായി, ഗ്രേറ്റ ടിൻബർഗ്, മേധ പട്കർ, സുന്ദർലാൽ ബഹുഗുണ തുടങ്ങിയ പരിസ്ഥിതി പ്രവർത്തകരെ കുട്ടികളെ പരിചയപ്പെടുത്തി. ലോകവ്യാപകമായി സംഘടിപ്പിച്ചു വരുന്ന ഫ്രൈഡേ ഫോർ ഫ്യൂച്ചർ എന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മുടെ കുട്ടികളെയും അണിനിരത്തി. നമ്മുടെ സ്കൂളിന്റെ 75ാം വാർഷികാഘോഷം നടക്കുന്ന വേളയിൽ സമൂഹത്തെ സ്കൂളിനോട് ചേർത്തു നിർത്തുന്നതിനും കുട്ടികളിൽ പരിസ്ഥിതി ബോധം വളർത്തുന്നതിനുമായി സംഘടിപ്പിച്ച ഒരു കൂട്ടം പ്രവർത്തനങ്ങളാണ് ഇത്. ഈ പ്രവർത്തനങ്ങൾ വരും വർഷങ്ങളിലും തുടരേണ്ടതാണ് എന്ന് തിരിച്ചറിയുന്നു.